6 മണിക്ക് റൂമിലോട്ട് കയറി പോയി. ഞാനിപ്പോ വെക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പോയി. കുറച്ച് കഴിയുമ്പോൾ ആളെ തിരിച്ച് കാണുന്നില്ല. അവിടെ ചെന്ന് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടവർ നോക്കിയപ്പോ അദ്ദേഹം താഴെ കിടക്കുന്ന സീനാ കണ്ടത്, കട്ടിലിന്റെ താഴെ. നേരത്തെ വയ്യാതിരിക്കുവായിരുന്നോ? ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയതേ ഉള്ളൂ. കഴിഞ്ഞ മാസം കലാഭവനിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, മെമിക്സ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്, കേരള സംഗീത നാടക അക്കാദമിയുടെ. ആ ഫംഗ്ഷന് ഇനാഗുറേഷനാണ് പുള്ളി വന്നത്. അതാണ് ലാസ്റ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. കലാഭവനിൽ തന്നെ പാക്കപ്പ് ആയിരുന്നോ ഇന്നത്തെ ഈ ചിത്രം? ഇല്ല, പാക്കപ്പ് ആയില്ല. പുള്ളിക്ക് ഇനി ഒരു ദിവസം കൂടെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇത് ആശുപത്രിയിലുള്ള വിവരങ്ങൾ എന്താണ്? ആശുപത്രിയിൽ നിന്ന് ആളെ കളമശ്ശേരിക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇപ്പൊ കളമശ്ശേരിക്ക് കൊണ്ടുപോയി. ഓക്കെ, എങ്ങനെയാണ് പൊതുദർശനം ഒക്കെ, സംസ്കാരമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ഒന്നും തീരുമാനമായില്ല. നാളെ രാവിലെ 9 മണിക്ക് ഇത് കഴിയും, പോസ്റ്റ്മോർട്ടം കഴിയും. ശരി, താങ്കൾ എവിടെയാണെന്ന് മനസ്സിലാക്കി. നിയാസ് ആരും ഒന്നും വന്നിട്ടില്ല. അത് വന്നാലേ തീരുമാനമാവുള്ളൂ കേട്ടോ. ആണല്ലേ? ഓക്കെ, താങ്ക് യു ശ്രീ പ്രസാദ്. യെസ്, അദ്ദേഹം പറഞ്ഞ പോലെ കളമശ്ശേരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിയാസിനെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ വിയോഗം സിനിമ മേഖലയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രസാദിനെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് തുടക്കകാലം മുതലേ കൂടെ ഉണ്ടായിരുന്ന ഒരാളെയാണ് നഷ്ടമായിരിക്കുന്നത്. സിനിമാ പ്രവർത്തകരെല്ലാവരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ദിവസത്തെ ഷൂട്ട് കൂടി ബാക്കി ഉണ്ടായിരുന്നു നവാസിനെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് റൂം വെക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ആളാണ് പിന്നീട് കുഴഞ്ഞു വീഴുന്നത്. അതിനുശേഷമാണ് ഹൃദയാഘാതമെന്ന് ആശുപത്രി കൺഫേം ചെയ്തിരിക്കുന്നത്. മൊഹ്സന വീണ്ടും ചേരുന്നുണ്ട്. മൊഹ്സന, കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നു. കുടുംബമൊന്നും എത്തിയിട്ടില്ല. അപ്പൊ അതിനുശേഷമായിരിക്കും സ്വാഭാവികമായിട്ടും തീരുമാനം, അല്ലെ? അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമാണ് ഇത്തരത്തിലൊരു മരണ വാർത്ത അറിയുന്നത്. സ്വാഭാവികമായിട്ട് കുടുംബം ആലുവ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. മറ്റ് സഹോദരങ്ങൾ, ഒരാൾ ആലുവയാണ്, ഒരാൾ കളമശ്ശേരി ഭാഗത്താണ്. അങ്ങനെ മാത്രമല്ല പലരും പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നത്. ഈ വാർത്ത അറിയുന്ന സമയത്ത് അവർ അവിടെ എത്തുന്നതേ ഉള്ളൂ എന്നാണ് ബന്ധപ്പെട്ടപ്പോഴൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ആണ്. അവിടെ ഇന്ന് മൃതദേഹം അവിടെ സൂക്ഷിച്ചതിന് ശേഷം മറ്റ് നടപടിക്രമങ്ങൾ രാവിലെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കൃത്യമായി എന്താണ് മരണകാരണമെന്ന് അറിയാൻ സാധിക്കുള്ളൂ. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ യെസ്, ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവിടെയുണ്ട്. അവരൊക്കെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ. ഇന്നിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു പോയതിന് ശേഷമാണ് ഈ സംഭവം അറിയുന്നത്. എല്ലാവരും റൂം ബോയാണിത് കണ്ടത്. ഉടനെ എല്ലാവരും വിവരം അറിയിച്ചു. ആ സിനിമയുടെ പ്രവർത്തകർ എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തി.